നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് സിൽക്കി കോട്ട മെറ്റീരിയൽസിൽ ഉള്ളി ത്രെഡ് വർക്ക് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ കുറച്ച് സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള ഇക്കത്ത് സിൽക്കി കോട്ട ആ ഒരു സിൽക്കാണ് മെയിൻലി വന്നിട്ടുള്ള ഇക്കത്തിൻ്റെ ഫാബ്രിക്കും. അപ്പം അങ്ങനെ രണ്ടും കൂടെ ഉള്ള ഒരു വീഡിയോസാണ് ഇന്ന് കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്, ഒരു പീച്ച് കളറ്, അതിലോട്ട് വൈറ്റ് ത്രെഡ് വർക്ക്. ഇതിങ്ങനെ സാരിക്കായിട്ടും 5.5 മീറ്റർ സാരിക്കായിട്ടും ബ്ലൗസിനായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് സിൽക്കി കോട്ട ഫാബ്രിക്. കിലോമീറ്റർ വൈസിലാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് വരുന്നത്. ഇതെങ്ങനെ വരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴേക്കും എത്ര ലെങ്ത് വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. പെർ മീറ്റർ 195 ആണ്. അതിൻ്റെ ഒരു ഒലീവ് ഗ്രീൻ ഇതായി കളർ വരുന്നു. ഇതൊരു ബേബി ഗ്രീൻ കളറ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള വൈറ്റ് ത്രെഡ് വർക്കും. അപ്പം നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ വൈറ്റ് ഓഫ് വൈറ്റ് ഉള്ള ദുപ്പട്ട ഇടാം, ബോട്ടം സെറ്റ് ചെയ്തെടുക്കാം. ഒരു നല്ല കാഷ്വൽ യൂസിനൊക്കെ പറ്റിയിട്ടുള്ള വളരെ ക്ലാസി ആയിട്ടുള്ള കളറുകളാണ്. പെർ മീറ്റർ 195 ആണ്. വൈറ്റ് ത്രെഡ് വർക്ക്, ഒരു സാൽമൺ പീച്ച് കളറ്, ഇതൊരു ബ്ലൂയിഷ് ഗ്രേ കളറ്, നല്ലൊരു ചിക്കു കളറ്, നല്ല വൈറ്റ് ചിക്കു കളർ, ഇത് ഗ്രേ, ഒരു ബ്രൈറ്റ് ഗ്രേ. ഇതെല്ലാം കിലോമീറ്റർ വൈസിലാണ്, മീൻസ് ഇങ്ങനെ റണ്ണിങ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷനാണ്. അതിലാണ് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. ഇതൊരു ബിസ്ക്കറ്റ് ഷെയ്ഡ്, ഇതൊരു ചിക്കു തന്നെ. ഇതിലിങ്ങനെ ചെറിയ ചെറിയ റെയിൻ ഡ്രോപ്പ് പോലെയാണ് വർക്ക് വന്നിരിക്കുന്നത്. ഒരു ചെറിയ സീക്വൻസും ത്രെഡ് വർക്കും കൂടെ. സെയിം പ്രൈസ് തന്നെ 165 ആണ് പെർ മീറ്റർ വരുന്നത്. ഇതൊരു സാൽമൺ പീച്ച് കളറിലേക്ക്, ഇതൊരു ബ്ലൂയിഷ് ഗ്രേ കളറ്, ഇത് ബ്രൈറ്റ് ഗ്രേ. ഇതിന് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ദുപ്പട്ടയായിട്ടും സെറ്റ് ചെയ്തെടുക്കാം. ഒരു ഓഫ് വൈറ്റ് ആൻഡ് വൈറ്റ് ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു ദുപ്പട്ടയായിട്ട് സ്കാലോപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നല്ലൊരു പാർട്ടി വെയർ കോൺസെപ്റ്റായിട്ട് യൂസ് ചെയ്യാം. കോൺട്രാസ്റ്റ് ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്യാം. എല്ലാവരുടെയും ഓരോരോ ഫങ്ഷൻസും വളരെ വെറൈറ്റി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പം നമ്മുടെ ഓരോരോ ക്രിയേഷൻസ് അനുസരിച്ച് വളരെ കാഷ്വലായിട്ടും ഏറ്റവും ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. കാരണം ഇപ്പം വൈറ്റ് മെറ്റീരിയലൊക്കെ ഒരുപാട് കളക്ഷൻസ്, ഇപ്പം ഇതുപോലെ തന്നെ ഒരു അക്കോബയുടെ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലത്തെ ഒരു അക്കോബയുടെ മെറ്റീരിയൽ ആയാലും നമുക്കിത് ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ഒരു വർക്ക്, ചെറിയൊരു ത്രെഡ് വർക്കോ എന്തെങ്കിലും ഈ ഹാൻഡ് കാന്ത പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് കോളർ നെക്കിൽ മാത്രം നമ്മുടെ ആ നെക്ക് ലൈൻ മാത്രം ഈ ഒരു ത്രെഡ് ഇട്ടിട്ട് ഒരു സിമ്പിൾ വർക്ക്, അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ദുപ്പട്ടയും കൂടെ സെറ്റ് ചെയ്തെടുത്താലും വളരെ ഭംഗിയാണ്. ആ ഒരു കളർ കോമ്പിനേഷൻസ് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഇത് നമുക്ക് കോറ മെറ്റീരിയൽ വൈറ്റ് ബ്ലീച്ചാണ്. അപ്പം ഇതിൻ്റെ കൂടെ ആയാലും കറക്റ്റ് മാച്ചിങ് ആണ്. ഇതിൻ്റെ കളക്ഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സ്റ്റോറിൽ വരുമ്പോഴേക്കും ഒരുപാട്, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പം നമ്മുടെ സ്റ്റോറിൽ വരുമ്പോഴേക്കും ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ ക്ലാസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വെറൈറ്റി കളക്ഷൻസാണ്. ഈ അക്കോബയുടെ മെറ്റീരിയലിലേക്ക് വരുമ്പോഴേക്കും പെർ മീറ്റർ, ഇത് പെർ മീറ്റർ 400 ആണ്. വോയിൽ കോട്ടൺ മെറ്റീരിയലാണ്, ഒട്ടും കട്ടിയില്ലാത്ത പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല ക്ലാസി ആയിട്ടുള്ള ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു കളറ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സിൽക്ക് ഇക്കത്ത് മെറ്റീരിയലാണ്. പെർ മീറ്റർ 260. അപ്പോൾ അതിങ്ങനെ ഒരു സിൽക്ക് ബ്ലെൻഡായി വന്നിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള ഇക്കത്ത്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്.
ഇത് നേവി ബ്ലൂ. ഇത് ജെൻസിന് ഷർട്ടിങ്ങിനായിട്ടും പോകുന്ന മെറ്റീരിയലാണ്. ക്ലോത്ത് ഒരു സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ലൈറ്റ് വെയിറ്റ് ആണ്. പെർ മീറ്റർ 260. എല്ലാ കളക്ഷനും ഒരേപോലെ, ഒരേ പ്രൈസ്. ഇതൊരു ഗ്രേ വിത്ത് ഡബിൾ ടോൺ ആണ്, സിംഗിൾ ഇക്കത്താണ്. ഇത് വീണ്ടും മൾട്ടി കളർ. ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് പെർ മീറ്റർ 390 ആണ്. ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് സിംഗിൾ ഇക്കത്ത്, ഡബിൾ ഇക്കത്ത് അങ്ങനെ വരുന്ന മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തതിനനുസരിച്ച് പ്രൈസിന് വേരിയേഷൻ വരുന്നു. മെറ്റീരിയൽ ഒരു സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള കോട്ടൺ. ഇതൊരു പാരറ്റ് ഗ്രീൻ കളറിലേക്ക്, ഗ്രീനിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളറാണ്. 390 ആണ് പെർ മീറ്റർ വരണേ. ഇത് വീണ്ടും ഇതായി ഒരു കളക്ഷൻ. ഇതൊരു മസ്റ്റർഡ് കളറ്, നിയോൺ കളറ്, നിയോൺ യെല്ലോ ആ ഒരു കോമ്പിനേഷൻ. പെർ മീറ്റർ 390. അതിൻ്റെ തന്നെ നല്ലൊരു റെഡിഷ് മെറൂൺ. ഇക്കത്തെ നമ്മൾ എപ്പോൾ വീഡിയോയിൽ കാണിച്ചാലും ഒരുപാട് എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയലാണ്. കാരണം അത്രയും ക്ലാസിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഒരു കൾച്ചർ തന്നെയാണ്. ആ ഇക്കത്തിലേക്ക് വരുമ്പോഴേക്കുള്ള ഒരു ഡിസൈൻസ് വെരി സ്പെഷ്യലി ഹാൻഡ് വൂവ് ചെയ്ത് വരുന്ന മെറ്റീരിയൽസാണിത്. നേവി ബ്ലൂ. ഇത് വീണ്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് ഇക്കത്തിൽ. പുതിയൊരു കളർ ടോൺ. ഇതെങ്ങനെ വരുന്നു? ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വരിക 10 മീറ്റർ 12 15, ഏറ്റവും കൂടി വന്നാൽ 15 അത്രേ ഉള്ള ഒരു ക്ലോത്ത്. ടേബിൾ പ്രിന്റ് ആണ് ഇത്. ടേബിളിൽ വന്നിട്ടുള്ളൊരു ഇത് ഒരു ഗ്രീൻ. ഇത് വീണ്ടും കോട്ടണിൽ ബ്ലെൻഡായി വന്നിട്ടുള്ളൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വിത്ത് ഗ്രീൻ. 390 പെർ മീറ്റർ. ഇതൊക്കെ 15 മീറ്ററിൽ ഇപ്പോൾ വന്നിരിക്കുന്ന താനാണ്. ഇത് വരുന്നത് 24 മീറ്ററിൽ. വാഷബിളാണ്, 0 വാഷ് ചെയ്തിട്ട്. സോഫ്റ്റ് ആണ്, കോട്ടൺ ഇക്കത്ത് വരുന്നത് സോഫ്റ്റ് ആണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. നമുക്കിങ്ങനെ കുറച്ച് സിന്തറ്റിക് ആയിട്ട് വരുന്ന ക്ലോത്ത് അല്ല, പ്യുവർ ചിരാല കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ആന്ധ്രയുടെ ഒരു മെയിൻ ക്ലോത്താണിത്. നഗരി. ഇത് വീണ്ടും ഒരു ഇക്കത്തിൽ തന്നെയുള്ള കുറച്ച് വലിയ ഒരു പാറ്റേൺ. ഇതൊരു കണിക്കൊന്ന മഞ്ഞ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള എൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു കളർ കോമ്പിനേഷനിലേക്ക്. പെർ മീറ്റർ 390. ഇതൊരു ഗ്രേ ആൻഡ് ബർഗണ്ടി വൈറ്റ്. നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ക്ലോത്ത്സ് ആണ്. റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. ഒന്ന് വന്നിട്ട് സിൽക്കി കോട്ടയും ഒന്ന് ഇക്കത്തും. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുകളിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഇത് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.